ഭൗതികതയുടെ മാസ്മരിക പ്രഭയിൽ മതിമറന്നിരിക്കുകയാണ് ആധുനിക ജനത. ഒരു കാലത്ത് മനുഷ്യന്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതെയിരുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗമനം ഇന്ന് മനുഷ്യന്റെ കൈപ്പിടിയിലാണ്. ഭൗതിക നേട്ടങ്ങളുടെ മടിത്തട്ടിൽ ആലസ്യത്തോടിരിക്കുമ്പോൾ മനുഷ്യൻ ദൈവികതയെ മറക്കുന്നു, ആത്മീയതയെ മറക്കുന്നു. ആത്മീയത വെറും പ്രഹസനങ്ങളും പ്രകടനങ്ങളുമായി മാറുന്നു. ഭക്തിയുടെ വേഷം ധരിച്ച് മാന്യന്മാരായി ചമയുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രന്മാരെയും പരീക്ഷന്മാരെയും നോക്കി കർത്താവ് വിളിക്കുന്നു വെള്ള തേച്ച ശവക്കല്ലറകളെ. പുറമേ ഒന്നും അകമേ മറ്റൊന്നും കാണിക്കുന്ന മനുഷ്യന്റെ ഒരു ഓർമ്മപ്പെടുത്തലിനായി ഇരട്ടയാർ AG CA മെമ്പേഴ്സ് അവതരിപ്പിക്കുന്നു കുഞ്ഞെ നിന്നെ യേശു വിളിക്കുന്നു. രോഗികൾ ശാന്തമാകുന്നു. വളരെ അത്ഭുതം അവിടെ നടക്കുന്നത്. എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ പണിയെല്ലാം കൂടെ കഴിഞ്ഞിട്ട് എപ്പ വരാനെന്ന് പറ. പോയിട്ട് വരുന്ന വഴിക്ക് ഇതെല്ലാം മേടിച്ചോണ്ട് വരണം. യേശുവിന് കൊടുക്കാനുള്ള സാധനങ്ങളാ. ഇത്ര നീണ്ട ലിസ്റ്റോ? പിന്നല്ലാതെ കറി വെക്കാൻ നോക്കിയപ്പോ മല്ലിയിലയില്ല, കടുക് വറക്കാൻ കടുകില്ല, യേശുവിന് ഇച്ചിരി മീൻ വെക്കാൻ നോക്കിയിട്ട് മീൻ വെക്കാൻ ഒന്നുമില്ല. പിന്നെ ഞാൻ എന്നാ ഉണ്ടാക്കാനായി? ഇനി ലാസ്റ്റ് ഒരു അത്തിപ്രശ്നം കൊണ്ട് വെക്കണ്ടേ? അതുമില്ല. പോയി മേടിച്ചോണ്ട് വരണം. നോക്കട്ടെ, കൺവെൻഷൻ കഴിഞ്ഞ് വരുന്നവരെ നമ്മുടെ കർത്താവ് എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നേ? ആദ്യമൊക്കെ രാജീവനീതി അന്വേഷിക്കാനല്ലേ? നീ മിണ്ടി പോകരുത്. എന്റെ പ്രാർത്ഥനയ്ക്കോ കൂട്ടത്തിനോ വല്ല വിളിച്ചാൽ നീ വിവരം അറിയും. ഒരു ഒറ്റ വളമായാലല്ലേ മറ്റവർക്ക് വളരാൻ പറ്റുള്ളൂ. എന്തേലും കാണിക്കും. പോകാൻ വരട്ടെ. അവൾ എന്തെങ്കിലും വല്ലതും ചോദിച്ചാ കൂടുതൽ വിസ്തരിക്കാനൊന്നും നിൽക്കണ്ട. അവിടെ വീട്ടിലുണ്ടെന്നൊന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കണ്ട. ഒരു പണി ചെയ്യാതെ ഇറങ്ങി പോയാൽ ഹലോ ഹലോ, നീ എന്നെടുക്കുവാ? എടീ സലോമിയാണോ? അതെ, സലോമിയ. എടീ ഞാനേ പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് തുടങ്ങുമായിരുന്നു. എടി, ഞാൻ നിന്റെ വീടിന്റെ അടുത്ത് വന്ന നിന്നെ കാണാൻ വേണ്ടിട്ട് വന്നതാ. നീ ഇങ്ങനെ പോരടി. പ്രാർത്ഥനയൊക്കെ രണ്ടാമത്തെ കാര്യമല്ലേ? നിന്റെ കണ്ടിട്ട് എത്ര നാളായി. എന്റെ പൊന്നുവച്ചേ, നീ വാ. ഇതാ ഞാൻ വരുവാന്ന. ഓടി വാടി. പ്രാർത്ഥനയൊക്കെ പോ. പിന്നാണേലും പ്രാർത്ഥിക്കാം. കൃഷ്ണോടി വെക്കാനുണ്ട്. ഈ മനുഷ്യർക്ക് ഇതൊന്നും അറിയണ്ടല്ലോ. ഇത് പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് വല്ല മനസ്സിലാവും. അതെ അതെ, സത്യമാണ്. അമ്മാവയോട് പറഞ്ഞ എന്നെ മനസ്സിലാവും.
പണിയൊന്നും തീർന്നില്ല, പണി ചെയ്തു. ശരിയടി, എന്നാ ഇടയ്ക്ക് വരണേ. ഞാൻ വരാം, ഞാൻ ഇപ്പൊ അങ്ങ് ഇറങ്ങും. ആ പിള്ളേർ വരുന്നുണ്ട്, അതുമല്ല ഒരു വരികയില്ലേ, അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ തവടി വരണേ, പോയിട്ട് വരാമേ. ഞാൻ എത്തിക്കൊണ്ട് വരാം. നിന്നെ ഉള്ള ഇടയ്ക്ക് ഒന്ന് കുശുമ്പ് മുന്നേമേ പറയാൻ. ഓക്കെ. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ഈ പണിയൊക്കെ തീർക്കോ കർത്താവേ. മോളിൽ വെച്ചില്ല, യേശു ഇപ്പൊ വരികയും ചെയ്യും. അങ്ങനെ കൂടെ 150 പേര് കാണും. ഞാനില്ല. ഡബ്ല്യുഎംസിന്റെ അമ്മമാരാണോ? അങ്ങോട്ട് വന്നേ, ഇരിക്കെ. നീയോ എത്ര നാളായി എന്റെ അമ്മമാരെയൊക്കെ കണ്ടിട്ട്? ഓ, ഞാനങ്ങനെ വരുന്നതാ, പിന്നെ സമയം കിട്ടിയില്ല. വീട്ടിൽ നിന്ന് 2 പ്രതിനിധികൾ വന്നായിരുന്നു. ലാസറച്ചാനും മറിയക്കോച്ചമ്മയും വന്നായിരുന്നല്ലോ. വരി. ഓ, ആന്റിക്ക് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനത്തെ ഒന്നും. ഒരു വിലയോട് കിട്ടുന്നു നടക്കില്ല ആന്റി. ആന്റി, ഞങ്ങൾ കുശുമൊന്നും പറയുന്നതല്ല ആന്റി. പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. അല്ലാതെ വേറൊന്നും അല്ല. ഇച്ചിരൂടെ പറഞ്ഞു തീർക്കാനുണ്ടായിരുന്നല്ലേ അമ്മാമ. ഇനി വരുമ്പോ ഈ അമ്മാമയെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരരുത്. ബാക്കി നമുക്ക് ഫോണിൽ കൂടെ പറയാം. ഇതുപോലത്തെ ഒക്കെ സാധനങ്ങളെ കൊണ്ടുവരണം. വന്നതല്ലേ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് ഒത്തിരി നാളായിരുന്നു പ്രാർത്ഥിക്കണേ. ഇടയ്ക്ക് വരണേ. അമ്മാമ വന്നില്ലേലും കുഴപ്പമില്ല. ഈ ഫേസ്ബുക്കിൽ നോക്കിയിരുന്ന എന്റെ സമയം മുഴുവൻ പോയി. എന്നെ നല്ല പ്രാർത്ഥനയായിരുന്നല്ലേ ചാച്ചാ? നല്ല കൺവെൻഷൻ ആയിരുന്നു. രോഗികളല്ലേ മാർത്തേ, മാർത്തേ, വന്നോ? മോളെ നീ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞോടി? ഇല്ലടി, ഒന്നും ആയില്ല. ചാച്ചാ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇവിടെ ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുവായിരിക്കും. ഇവിടെ പോലെ ഒരുത്തി നമ്മുടെ കുടുംബത്തിന്റെ ഒരാത്മീയത ഇവക്കില്ല. ഓടാ പച്ചക്കറിക്കാ, നിനക്ക് ഇതൊക്കെ പറഞ്ഞാൽ മതി. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം പറയും. പച്ചക്കറി കൊണ്ടുവാ. വേർപാടിന് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ? ഞാനിവിടെ സഹായിക്കും. നീ കൂടെ ഒന്ന് വന്ന് സഹായിക്കട്ടെ മറിയേ. നോക്കി നിൽക്കാതെ ഇതൊക്കെ ഒന്ന് വെച്ചേ. ഓരോന്ന് പറയും. ഈ പത്രം പോലെ വേണം നമ്മൾ നിന്നോ. വെച്ച് നോക്കണ്ടേ. എടി, അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നോടി. നീ അത് നോക്കിക്കടി. എവിടെ ചേച്ചി? അയ്യോ, അവന്റെ അമ്മായിക്ക് പരിചയമായിട്ട് ഈ 10 ദിവസം എടുത്തയാട്ടത്തിന് ഇതുവരെ ഒരു കുറവ് വന്നില്ല. എന്റെ വീട്ടിൽ നിങ്ങളൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. യേശുവിന്റെ കൂടെ നടക്കുന്നതല്ലേ ഇമാതിരി വർക്കാനാണോ വീട്ടിൽ കയറി പറയുന്നത്? നമുക്ക് ഗതിയിൽ ചെയ്തികൾ വർത്താനം പറഞ്ഞേക്ക്. ഞങ്ങൾ ചായ എടി, എന്തോ ശബ്ദം യേശു വരുന്നെന്നാ തോന്നുന്നത്. നീ ഒന്നുകൂടെ പോയി നോക്കിക്കാൻ പറയാൻ. നോക്കാൻ ചേച്ചി. യേശു മുനിയായ സ്ത്രീ നിൽക്കുന്ന കണ്ടോ? എടി, നോക്കിക്കടി. അവർക്ക് സൗഖ്യം കിട്ടിയടി. എന്ത് ദൈവമേ. എന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാകും. എന്റെ നാമത്തിൽ സൗഖ്യമാകും. അവള് ബൈബിളും പാട്ടൊക്കെ ആയിട്ട് യേശുവിന്റെ പാദത്തിലോട്ടൊക്കെ ചേരുവാൻ തോന്നുന്നു. ഫിഷ്മോളെ ആര് വെക്കും മറിയേ? ഇങ്ങോട്ട് വാടി. ഇപ്പോഴും യേശുവിനെ കൊടുക്കണ്ടേ? മാർത്തേ, നീ ഫലത്തിനെ ചൊല്ലി വിചാരിക്കുന്നു. യേശുവേ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവള് യേശുവിനെ വിളിച്ചു വരുത്തിയിട്ട് രാവിലെ തൊട്ട് പ്രാർത്ഥനയ്ക്ക് പോയി. ഒരു കാര്യം എനിക്കുള്ള ചെയ്തു തന്നിട്ടില്ല. ഇവളോട് കർത്താവ് ഒന്ന് ഉപദേശിക്കണം. എന്റെ കൂടെ വല്ലതൊക്കെ ഒന്ന് പണിയെടുക്കാൻ മടിയാനൊക്കെ ഭയങ്കര മടിച്ചു കഴിച്ച് ദയവേത് ഒന്ന് പറയണം കർത്താവേ. മാർത്തേ, നീ ലൗകിക ചിന്തകളിലേക്ക് യേശുവേ, ക്ഷമിക്കണമേ. മറിയോ നല്ല അംശത്തിൽ യേശുവേ, യേശു വന്നതാണ്. ഞങ്ങൾ വന്നതാ കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് ദൂരെ വന്നതാ. യേശുവേ, കപടഭക്തിക്കാരെ, ആത്മീയ കീഴങ്ങളെ, വിശുദ്ധങ്ങളെ,
പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു. മറിയോ നല്ല നമുക്ക് പിതാവായ യേശുവോട് പ്രാർത്ഥിക്കാം.